വെൽക്കം ടു എജുവേർഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ വേവ്സിൻ്റെ ഷോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു 2 പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കാണാറ്. ഏതാ? ഒന്ന് നമ്മുടെ വേവ് ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ആംപ്ലിറ്റ്യൂഡ് കാണാം, ഫ്രീക്വൻസി, വേവ് ലെങ്ത് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അധികം വരുന്ന ക്വസ്റ്റ്യൻ ഏതാ? നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ അവിടെ സ്ട്രക്ചറൽ സ്ട്രിങ്ങിൽ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഒക്കെ ഡെറിവേഷൻസ് ആണ് അധികവും ചോദിക്കാറ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒക്കെ ഡിഫറെൻറ്റ് രീതിയിൽ ചോദിക്കുമ്പോൾ ഡിഫറെൻറ്റ് രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേ ട്യൂൺഡ് ചെയ്യാൻ. അവിടെ വേവ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. 2 തരം വേവ്സ് ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് ചോദിക്കാം. ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വേവ്സ് ഇൻ വിച്ച് വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതായത് വേവ് പോകുന്നത് ഈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ വേവിന് പെർപെൻഡിക്കുലർ ആണ് പാർട്ടിക്കിൾ എങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ ആണ് ലൈറ്റ് വേവ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ഇതെന്താ സംഭവം? വേവ് പോകുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ പാർട്ടിക്കിളിന്റെ വൈബ്രേഷനും സെയിം ഡയറക്ഷനിലാണ്, അതായത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അങ്ങനെയുള്ള വേവിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് സൗണ്ട് വേവ്സ്. റെഡി ആണോടാ? സെറ്റ് അല്ലേ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേതാ. ഇത് നമ്മുടെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പാർട്ടാണ്. നമ്മുടെ വേവിൻ്റെ ഇക്വേഷൻ തരും, എന്നിട്ട് അതിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്കിക്കേ, വേവ് ട്രാവലിംഗ് അലോങ് സ്ട്രിംഗ് ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ y = 0.005 sin 80x - 3t ആണ് നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എടാ, നമ്മുടെ ഏതൊരു ട്രാവലിംഗ് വേവ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇക്വേഷൻ ഒരു ജനറൽ ഫോം ഉണ്ട്, അത് എഴുതാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. a sin kx - ωt + 5. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല അല്ലേ? അപ്പം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക? ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പം നോക്കിക്കേ, ഈ a ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, k ആണ് നമ്മൾ ലാംഡ കാണാൻ ഉപയോഗിക്കുന്നത്, ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസിയും അതേപോലെ ടൈം പീരീഡും കാണാൻ ഉപയോഗിക്കും. എങ്ങനെയാണെന്നല്ലേ? നോക്കിക്കേ, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് ന്യൂമറിക്കൽ കോൺസ്റ്റൻസ് ആർ ഇൻ SI യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യൂണിറ്റ് ഒന്നും മാറ്റേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ്. മക്കളെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാ ഈ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആളാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? 0.005 ആണ് അല്ലേ? അപ്പൊ ആൻസർ എന്താ എഴുതാം നമുക്ക്? ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 0.005. യൂണിറ്റ് എഴുതുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് SI യൂണിറ്റിലാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് എഴുതാം? മീറ്റർ എന്ന് എഴുതാം. റെഡി അല്ലേ? ഇൻ കേസ് അവിടെ യൂണിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ നിങ്ങളോട് പറയും എന്താ y സെൻറ്റിമീറ്ററിലാണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? ഡിസ്പ്ലേസ്, അതിൽ കാണുന്ന ഡിസ്റ്റൻസിൻ്റെ എല്ലാ യൂണിറ്റും എന്തിലായിരിക്കണം? സെൻറ്റിമീറ്ററിലായിരിക്കണം. റെഡി? അടുത്ത ചോദ്യം വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇക്വേഷനിൽ ഒരു കെയുടെ സ്ഥാനത്ത് ഒരാൾ കിടപ്പുണ്ട്, അതായത് എക്സിൻ്റെ കൂടെ ഉള്ള ആൾ ആരാ? 80 ആണ്. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താടാ? 80 ആണ്. നിങ്ങൾക്ക് കെയുടെ ഇക്വേഷൻ അറിയാലോ. എന്താണ് കെയുടെ ഇക്വേഷൻ? k = 2π/λ ആണ്. എടാ, ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് ലാംഡ കാണാലോ. യെസ്. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെനെ താഴോട്ട് എടുക്കുന്നു. അപ്പൊ 2π/k എന്നായിട്ട് മാറി അല്ലേ? പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.14 ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ എത്രയാണ്? 80 ഫ്രം ക്വസ്റ്റ്യൻ അല്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ലാംഡയുടെ വാല്യൂ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേവ് ആണ്. നിങ്ങൾ പറ, പീരീഡിനും ഫ്രീക്വൻസിക്കും നമ്മൾ ഏത് കോൺസ്റ്റന്റ് അവിടെ എടുക്കണ്ടേ? ഒരു സംശയമില്ല, ആരാണ്? ഒമേഗയാണ് അല്ലേ? കാരണം നമുക്ക് ഇക്വേഷൻ അറിയാം. നിങ്ങളത് ഓൾറെഡി ഓസിലേഷനിലൊക്കെ പഠിക്കുന്ന സാധനമാണ് അല്ലേ? ഒമേഗ ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം, ഒന്നുകിൽ 2πν എന്ന് എഴുതാം, അല്ലെങ്കിൽ 2π/t എന്ന് എഴുതാൻ പറ്റും. അപ്പം നിങ്ങളോട് പീരീഡും ഫ്രീക്വൻസിയും ഒരുമിച്ചാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒന്നുകിൽ നിങ്ങൾ ഫ്രീക്വൻസി കാണാം, അല്ലെങ്കിൽ ടൈം പീരീഡ് കാണാം. 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം പീരീഡും ഫ്രീക്വൻസിയും ചോദിച്ചു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒമേഗ ഇസ് ഈക്വൽ ടു 2πν എഴുതുന്നു. എന്തിനാ? ഫ്രീക്വൻസി കാണാൻ. ഒമേഗയുടെ വാല്യൂ ഇവിടെ എത്രയാ? 3 ആണ്. അപ്പോൾ 3 ഇസ് ഈക്വൽ ടു 2πν ആണ്. അപ്പോൾ ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πനെ താഴോട്ട് കൊണ്ടുവരുമ്പം 3/2π എന്നായിട്ട് മാറി. അപ്പോൾ ഫ്രീക്വൻസി കിട്ടി. അതേ ക്വസ്റ്റ്യനിൽ തന്നെ ടൈം പീരീഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒമേഗ = 2π/t ചെയ്യും, എന്നിട്ട് t ഇങ്ങോട്ട് എടുക്കും, ഒമേഗയുടെ വാല്യൂ കൊടുക്കും. ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൈം പീരീഡ് അല്ലേ? അപ്പം എന്ത് ചെയ്താൽ മതി? ടൈം പീരീഡ് ഇനി ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എന്തായിരിക്കും? ഫ്രീക്വൻസിയിൽ എന്തായിരിക്കും? റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പം എന്തായിരിക്കും ആൻസർ? 2π/3 ആയിരിക്കും. ആൻസർ എന്തായിരിക്കും?
ആൻസർ എന്തായിരിക്കും? ഇതിന്റെ നേരെ റെസിപ്രോക്കൽ 2π/3 വരും. അപ്പൊ പീരീഡും ഫ്രീക്വൻസിയും ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിപ്രോക്കൽ എടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതായത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നേരെ റെസിപ്രോക്കൽ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ആ ഇക്വേഷൻ എടുത്തിട്ട് ടൈം പീരീഡ് ആണെങ്കിൽ ടൈം പീരീഡ് കാണുക, ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി കാണുക. സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സ്പീഡ് ഓഫ് ദ വേവ് കാണാനാണ്. എടാ ഒരു വേവിന്റെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ഇക്വേഷൻ? എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ω/k. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്യാം. ഏത്? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, ന്യൂ ഇൻറ്റു ലാംഡ ചെയ്താലും വെലോസിറ്റി കിട്ടും. അതിലെളുപ്പം ഇതല്ലേ? കാരണം ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കിട്ടും. ഒമേഗയുടെ വാല്യൂ ഇവിടെ 3 ആണ്, കെയുടെ വാല്യൂ ഇവിടെ 80 ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും വെലോസിറ്റിയുടെ. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ വേവ് ലെങ്ത് കാണാം, ടൈം പീരീഡ് കാണാം, ഫ്രീക്വൻസി കാണാം, എല്ലാം കാണാം അല്ലേ? അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഒരു വേവിൻ്റെ ഇക്വേഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ബാക്കി കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. അതായത് ഒരു സ്റ്റീൽ വയർ ഉണ്ട്. സ്റ്റീൽ വയറിന്റെ ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 70 സെന്റിമീറ്റർ ആണ്, മാസ് 7 gram ആണ്. ഇഫ് ദ വയർ ഇസ് അണ്ടർ എ ടെൻഷൻ ഓഫ് 100 Newton, വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ ദ വയർ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽസ് നമുക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് അടിക്കും, ഞാനിപ്പോൾ ഇത് ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ ഏത് ന്യൂമറിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് എഴുതി വെക്കാം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് തന്നിട്ടുണ്ട് 70 സെന്റിമീറ്റർ ആണ്. പിന്നെന്താ തന്നത്? മാസ് തന്നിട്ടുണ്ട് 7 gram ആണ്. പിന്നെന്താ തന്നിട്ടുള്ളത്? ടെൻഷൻ തന്നിട്ടുണ്ട് 100 Newton ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? സ്പീഡ് കാണാനാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? തന്നത് മൊത്തം എഴുതുക, കാണാനുള്ളതും കൂടെ അവിടെ എഴുതി വെക്കുക. അപ്പം നിങ്ങളൊന്ന് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. വെലോസിറ്റി ഉണ്ട്, ടി ഉണ്ട്, എം ഉണ്ട്, എൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങളെ മനസ്സിലേക്ക് കത്തും. ഇവിടെ ഏതാ ഇക്വേഷൻ വരിക? ഒബ്വിയസ്ലി വെലോസിറ്റി ഈസ് ഈക്വൽ ടു √T/μ ആണ്. ഈ മ്യൂ എന്ന് പറഞ്ഞാൽ ആരാണ്? മാസ് ബൈ ലെങ്ത് ആണ്. റെഡി? അപ്പം മ്യൂ കാണാൻ പറ്റും, മാസ് ബൈ ലെങ്ത് ചെയ്താൽ മതി. എത്ര എമ്മിയുടെ വാല്യൂ വരിക? എടാ മാസ് എത്രയാണ്? 7 gram ആണ്. അപ്പം ഞാൻ 7 × 10⁻³ എഴുതി, ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാണ്? 70 സെന്റിമീറ്റർ ആണ്. ഞാൻ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, × 10⁻². റെഡി? സോ ദിസ് ഈസ് ഈക്വൽ ടു 7 ഉം 70 ഞാൻ കട്ട് ചെയ്തു. ഇത് താഴെ 7 വരും അല്ലേ? സോറി 10 വരും. ഓക്കെ, 10 വരും താഴെ. അപ്പോൾ 10 × 10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻1 ആണ്. അത് മുകളിലേക്ക് എത്തുന്ന സമയത്ത് 10⁻1 ആയിട്ട് മാറും. അപ്പോൾ 10⁻³ × 10⁻1 എത്രയാണ്? ദാറ്റ് ഈസ് 10⁻2 എന്ന് കിട്ടും. എന്തിൻ്റെ വാല്യൂ ആണ്? മ്യൂയുടെ വാല്യൂ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കൊടുത്തോ. വെലോസിറ്റി കാണാൻ റൂട്ട്, ടെൻഷൻ തന്നിട്ടുണ്ട് എത്രയാണ്? 100 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? മ്യൂയുടെ വാല്യൂ എത്രയാണ്? 10⁻2 ആണ്. ഇത് മുകളിലേക്ക് എത്തൂലേ? അപ്പം ആൻസർ എന്താകും? 100 × 10⁻2 മുകളിലെത്തുമ്പോൾ 10⁻2 ആയിട്ട് മാറും. 100 × 100 ആണ്. അതിൻ്റെ റൂട്ട് എത്രയാണ്? 100 ആണ്. റെഡി? ആൻസർ കിട്ടിയില്ലേ? ദാറ്റ്സ് ഇറ്റ്. അടുത്തത്, ഹൗ ലാപ്ലേസ് കറക്റ്റഡ് ന്യൂട്ടൺസ് ഫോർമുല കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് യൂസിങ് ലാപ്ലേസ് ഇക്വേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. എടാ നമ്മൾ ന്യൂട്ടൺ പറഞ്ഞ ഫോർമുല പ്രകാരം എന്തായിരുന്നു? സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ ഇൻ ദ എയർ ഇസ് ഐസോതേർമൽ പ്രോസസ് ആണെന്നാണ് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ന്യൂട്ടൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ന്യൂട്ടണിന്റെ പറഞ്ഞിട്ടുള്ളത് സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഐസോതേർമൽ പ്രോസസ് ആണ്. അപ്പൊ ലാപ്ലേസ് ഇത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്? ലാപ്ലേസ് കറക്റ്റ് ചെയ്തു, ഈ ഒരു പ്രോസസ് ഐസോതേർമൽ അല്ല, പിന്നെന്താണ്? അഡിയാബാറ്റിക് പ്രോസസ് ആണ്. ഇതായിരുന്നു ഒരു കറക്ഷൻ. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ് ആണെന്നുള്ളത് ഒരു കറക്ഷൻ. രണ്ടാമത്തെ കറക്ഷൻ എന്തായിരുന്നു എന്ന് അറിയോ? ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്ടൺ ഞാൻ എന്ന് എഴുതാണ് കേട്ടോ, √P/ρ എന്നായിരുന്നു നമ്മുടെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ന്യൂട്ടൺ പറഞ്ഞത്. എന്നാൽ ഇതിനെ ലാപ്ലേസ് കൺവേർട്ട് ചെയ്തു. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്? ഇക്വേഷൻ മാറി √P/ρ എന്നാക്കി മാറ്റി. വേർ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP/CV ആണ്. ക്ലിയർ ആണോടാ? ക്ലിയർ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് യൂസിങ് ലാപ്ലേസ് ഇക്വേഷൻ ആണ്. സ്പീഡ് ഓഫ് ദ സൗണ്ട് കാണാൻ ഇതാ പുതിയ ഇക്വേഷൻ ഉണ്ട്, √P/ρ ആണ്. സോ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാ? 1 × 10⁵ പാസ്കൽ ആണ്. പിന്നെ ഏതാ? ഗാമയുടെ വാല്യൂ ഇൻ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.44 ആണ്. ആൻഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.29 ആണ്. മിക്കവാറും ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തരേണ്ടതാണ് കേട്ടോ. 1.29 ആണ്. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 328 m/s എങ്ങാണ്ട് ആൻസർ കിട്ടുന്നു. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ.
സോ ഇതാണ് ലാപ്ലേസ് ഇക്വേഷനും അതേപോലെ അതിന്റെ കറക്ഷൻസും അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളും. സെറ്റ് അല്ലേ? അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ഈ ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, സ്റ്റാൻഡിങ് വേവ്സ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ സ്റ്റാൻഡിങ് വേവ്സ്. എന്താണ് സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത്? നോക്കിക്കേടാ, സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് വേവുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവർ തമ്മിൽ സൂപ്പർ പൊസിഷൻ നടക്കും അല്ലെ? കൂട്ടിമുട്ടിയിട്ട് സൂപ്പർ പൊസിഷൻ നടക്കും. അങ്ങനെ സൂപ്പർ പൊസിഷൻ നടക്കുമ്പോഴാണ് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകുന്നത്. അത് ഏത് കണ്ടീഷനിലാണ് നോക്കിക്കേ? വെൻ ടു വേവ്സ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത്, ദേ ആർ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വിൽ ഇന്റർഫിയർ ആൻഡ് പ്രൊഡ്യൂസ് സ്റ്റാൻഡിങ് വേവ്സ്. അപ്പോൾ രണ്ട് വേവുകൾക്ക് ഒരേ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒരേ ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ ഒരേ വേവ് ലെങ്ത് ഉള്ള രണ്ട് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സൂപ്പർ ഇമ്പോസിഷൻ നടക്കും, അല്ലെങ്കിൽ ഇന്റർഫറൻസ്, രണ്ടും പറയാം കേട്ടോ. സൂപ്പർ ഇമ്പോസിഷൻ ആണ് ഇന്റർഫറൻസിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും പറയാം. അപ്പോൾ എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും, അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ നടക്കും. എന്നിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്റ്റാൻഡിങ് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യും. എന്താ സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പോയിന്റിൽ മാത്രം നിൽക്കുന്ന വേവ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു നൂല് ഇങ്ങനെ വലിച്ചു, ഇപ്പോൾ ഗിറ്റാറിലൊക്കെ എന്താണ്, ഒരു നൂല് നമ്മൾ വലിച്ചിങ്ങനെ കെട്ടിയല്ലേ, അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് അതിന് വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ആ വേവ് ആണ് സ്റ്റാൻഡിങ് വേവ്. അത് വേറെ ഇങ്ങോട്ടും പോകുന്നില്ല, രണ്ട് പോയിന്റിന്റെ ഇടയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് വിളിക്കുന്നത്. സോ അതാണ് സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡിങ് വേവ്സിൽ രണ്ട് മെയിൻ പോയിന്റുകൾ ഉണ്ടാകും. ഒന്ന് നോഡുകളും അതേപോലെ തന്നെ ആന്റി നോഡുകളും. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ നോട്ട്സ് ആൻഡ് ആന്റി നോട്ട്സ് എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, എടാ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് നമ്മുടെ സ്റ്റാൻഡിങ് വേവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം ഈ രീതിയിലാണ്. ഈ വേവ് എന്ത് ചെയ്യും? ഇങ്ങനെ മേലോട്ട്, ഇങ്ങനെ താഴോട്ട്, ഇങ്ങനെ മേലോട്ട് താഴോട്ട്, ഇങ്ങനെ കളിക്കും. അപ്പോൾ ആ വേവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. എങ്ങനെ? ദാ സെയിം വേവ് തന്നെ മേലോട്ടും താഴോട്ടും കളിക്കും. അപ്പം നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് വേവ് ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവുക. ഇതിൻ്റെ ഇടയിൽ രണ്ട് പോയിന്റുകൾ ഉണ്ടാവും മെയിൻ ആയിട്ട്. ഒന്ന് നോഡുകളും അതേപോലെ തന്നെ ആന്റി നോഡുകളാണ്. അപ്പോൾ ഈ കാണുന്ന പോയിന്റ് കണ്ടോ നിങ്ങൾ? ഈ പോയിന്റുകൾ എന്ത് ചെയ്യില്ല? ഇവിടെ നനങ്ങില്ല. ആ പോയിന്റുകളാണ് നമ്മുടെ നോഡുകൾ എന്ന് പറയുന്നത്. കളർ നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടാവൂലേ? ആ പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങില്ല, വിച്ച് മീൻസ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 0 ആണ്. ഇനി അടുത്ത പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോയിന്റുകളാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ആന്റി നോഡുകൾ എന്നാണ്. സോ ആന്റി നോഡ്സ് ആർ ദ പോയിന്റ്സ് വെർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇസ് മാക്സിമം. ഇത് രണ്ടുമാണ് നോഡുകളും അതേപോലെ തന്നെ ആന്റി നോഡുകളും ഇൻ ദ കേസ് ഓഫ് സ്റ്റാൻഡിങ് വേവ്സ്. റെഡി അല്ലേടാ? അങ്ങനെയെങ്കിൽ ഇതാ നമ്മൾ ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് രീതിയിൽ ചോദ്യം ചോദിക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിറൈവ് ദ എക്സ്പ്രഷൻസ് ഫോർ ഫ്രീക്വൻസി ഫോർ ഫസ്റ്റ് 2 മോഡ്സ് ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് ചോദിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളോട് ഫിഗർ വരയ്ക്കാൻ പറയും, എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫ്രീക്വൻസി പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഇതിന് രണ്ടിനും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം. അതായത് ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ്. ഇത് സിമ്പിളാണ്, ഡെറിവേഷനൊക്കെ വളരെ കുറവാണ്. ഇത് വളരെ അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഈ ഒരു ടൈപ്പാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഫിഗറിന് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, സോ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെത്, ഒന്ന് ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെത്, ഒന്ന് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെത്. ഓക്കെ, ഇങ്ങനെ 3 എണ്ണമാണുള്ളത്. സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മുടെ ഗിറ്റാറിലൊക്കെ ഉള്ള സാധനമാണ്. ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തലയും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പുകളാണ്, അതായത് നമ്മുടെ ഫ്ലൂട്ടൊക്കെ പോലെ. പിന്നെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു തല ക്ലോസ്ഡും ഒരു തല ഓപ്പൺ, അതാണ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ ഇതാണ് മോഡ് 1. ഫിഗർ നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ മോഡലിൻ്റെ ഫിഗർ ഇതാണ്, ഒരു ഉണ്ട. രണ്ടാമത്തെ മോഡൽ 2 ഉണ്ട ഉണ്ടാവും. മൂന്നാമത്തെ മോഡൽ 3 ഉണ്ട ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഉണ്ടുള്ള മോഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറയുന്നത് കേട്ടോ, ഡിറൈവ് ദ എക്സ്പ്രഷൻസ് ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 മോഡുകളായിട്ടാണ് എന്തുണ്ടാവുക? സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 3 മോഡും ഡിസ്കസ് ചെയ്യാം. നിങ്ങളോട് അധികം ക്വസ്റ്റ്യനിൽ എന്ത് മാത്രമേ ചോദിക്കുള്ളൂ? അധികം 2 മോഡേ ചോദിക്കുള്ളൂ. ബട്ട് ഫോർ എ സേഫ്റ്റി നമുക്ക് 3 മോഡും പഠിക്കാം. അപ്പോൾ മോഡ് 1. ഓക്കെ, മോഡ് 1ൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് ഡെറിവേഷൻ ആണെങ്കിലും, സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണെങ്കിലും, ഓപ്പൺ ഓർഗൻ പൈപ്പ് ആണെങ്കിലും, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആണെങ്കിലും, നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യം ഉണ്ടാകണം, നോഡും തമ്മിൽ ഉള്ള ലെങ്ത് എന്ന് പറയുന്നത് λ/2 ആണ്. ഒരു നോഡും തമ്മിലുള്ള ലെങ്ത് λ/2 ആണ്. ഒരു നോഡും ഒരു ആന്റി നോഡും തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് λ/4 ആണ്. ഈ 2 സാധനം മനസ്സിലുണ്ടായാൽ മതി. നോഡും തമ്മിൽ λ/2 ആണ് ലെങ്ത് വരുന്നത്, അതായത് ഡിസ്റ്റൻസ് വരുന്നത്. നോഡും ആന്റി നോഡും തമ്മിൽ λ/4 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ 2 സാധനം എന്ത് ചെയ്യണം? മനസ്സിൽ ഓർത്ത് വെക്കണം കേട്ടോ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഡെറിവേഷനും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ 2 അറ്റം കേട്ടോ.
അപ്പോൾ ഈ അറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രിങ്ങിന് ഒരു L ലെങ്ത് നമ്മൾ കണക്കാക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ നോഡും ആന്റിനോഡും മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് ഉറപ്പാണ് എന്താ, ഫിക്സ്ഡ് എൻഡിൽ ആ പോയിന്റ് അനങ്ങൂലല്ലോ, അപ്പോൾ എന്തായാലും അത് നോഡുകളായിരിക്കും. അപ്പോൾ നോഡ് മാർക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ ഈ പോയിന്റുകൾ എന്തായിരിക്കും, ആന്റി നോഡുകളായിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, നോഡുകളും ആന്റിനോഡും മാർക്ക് ചെയ്യാനും ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു ലെങ്ത് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. എടാ നിങ്ങൾ നോക്കിക്കേ, ആ ലെങ്ത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ 2 നോഡുകളല്ലേ കിടക്കുന്നത്, നോഡും നമ്മുടെ ലെങ്ത് എത്രയാ, λ/2 ആണ്. അപ്പോൾ ഈ Lനെ നമുക്ക് λ/2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ λ is equal to 2L എന്ന് എഴുതാൻ പറ്റും അല്ലേ. 2നെ അങ്ങോട്ട് എടുത്തു, ഫൈൻ. ഇനി നമ്മളിവിടെ ഫ്രീക്വൻസി കാണാൻ നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്, V is equal to ന്യൂ ലാംഡ എന്നുള്ളൊരു ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി കാണാൻ ന്യൂ is equal to ലാംഡനെ താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ V/λ എന്നായിട്ട് മാറി. റെഡി? ഇത് ഒന്നാമത്തെ മോഡായതുകൊണ്ട് ന്യൂ1 is equal to V divided by ലാംഡക്ക് പകരം എന്ത് കൊടുക്കുക, 2L എന്ന് കൊടുക്കുക. ഇതാണ് മക്കളെ ഒന്നാമത്തെ മോഡിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്നാണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഇതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ക്ലിയർ ആണോ? ഇത് ഒന്നാമത്തെ മോഡിന്റെ ഫ്രീക്വൻസി. ഇനി നമ്മൾ രണ്ടാമത്തെ മോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നോഡും ആന്റി നോഡുകളും മാർക്ക് ചെയ്യുക. നോക്കിക്കേ, ഇത് 1 λ/2 അല്ലേ, ഇത് 2 λ/2 ആയി അല്ലേ. 1 λ/2 2 λ/2. അപ്പോൾ നമുക്ക് Lനെ എങ്ങനെ എഴുതാൻ പറ്റും, 2 λ/2 എന്ന് എഴുതിക്കൂടെ? 2 ക്യാൻസൽ ചെയ്യും, L is equal to λ എന്ന് കിട്ടും. റെഡി? അഗൈൻ ഫ്രീക്വൻസി കാണാണ്, രണ്ടാമത്തെ മോഡ് ആയതുകൊണ്ട് ന്യൂ2 എന്ന് എഴുതാം, V/λ. റെഡി? സോ ലാംഡക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, L എന്ന് കൊടുക്കുന്നു, V/L. നിങ്ങൾ നോക്കിക്കേ, ഇതിന് ഇൻറ്റു 2 ചെയ്താൽ എന്താ കിട്ടുക, 2 ക്യാൻസൽ ചെയ്യും, V/L എന്ന് കിട്ടും അല്ലേ. അതന്നെയല്ലേ ഇത്, വിച്ച് ഇസ് ഈക്വൽ ടു 2ν1 അല്ലേ. ഇത് നമുക്ക് 2ν1 എന്ന് എഴുതാം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് ഹാർമോണിക്സ് എന്നാണ്. എന്താ വിളിക്കുക, സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കും കേട്ടോ. ഇത് രണ്ടാമത്തെ മോഡിൻ്റെത് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി മൂന്നാമത്തെ മോഡാണിത്. മൂന്നാമത്തെ മോഡിന് നമ്മൾ ഇതേപോലെ തന്നെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എത്ര λ/2 ഉണ്ടടാ, 1 2 3 എണ്ണം അല്ലേ. അപ്പോൾ L is equal to എങ്ങനെ എഴുതാൻ പറ്റും, 3 λ/2 എന്ന് എഴുതാൻ പറ്റും. ഇവിടുന്ന് ലാംഡനെ എങ്ങനെ എഴുതാം, 2നെ മേലോട്ട് 3നെ താഴോട്ട്, അപ്പോൾ 2L/3 എന്ന് കിട്ടി. അപ്പോൾ ന്യൂ3 മോഡ് 3ന്റെ ഫ്രീക്വൻസിയാണ്, V/λ ആണ്. ലാംഡക്ക് പകരം 2L/3 കൊടുക്കുക. അപ്പോൾ V/12/3 ഉള്ളത് എവിടെ എത്തും, മുകളിലെത്തും. അപ്പോൾ 3V/2L. എടാ V/2L എന്ന് പറയുന്നത് ഒന്നാമത്തെ മോഡിന്റെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 3ν1 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കും തേർഡ് ഹാർമോണിക്സ് എന്ന്. റെഡിയാണോ? അപ്പോൾ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യത്തെ മോഡിന്റെ പിക്ചർ വരയ്ക്കുക, ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. രണ്ടാമത്തെ മോഡിന്റെ പിക്ചർ വരയ്ക്കുക, ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഇങ്ങനെ ഡിറൈവ് ചെയ്താൽ മതി. ഇനി അടുത്ത മോഡ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, സ്കെച്ച് ദ പാറ്റേൺ ഓഫ് വേവ് ഫോംസ് ഓഫ് ദ ഫസ്റ്റ് 2 ഹാർമോണിക്സ് ഫോംഡ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിംഗ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, 2 പാറ്റേണും ഫിഗർ നിങ്ങൾ വരയ്ക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കണേ, ഷോ ദാറ്റ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിംഗ് ഫ്രീക്വൻസീസ് ഇൻ ദ ഫസ്റ്റ് ഹാർമോണിക്സ് ആർ ഇൻ ദ റേഷ്യോ 1:2. ഇത് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതായത് ഫ്രീക്വൻസിയുടെ റേഷ്യോ 1:2 എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ഫ്രീക്വൻസി ഇവിടെ ന്യൂ1 ആണ്, രണ്ടാമത്തേത് 2ν1 ആണ്, മൂന്നാമത്തേത് 3ν1 ആണ് ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തേത് V/2L ആണ്, രണ്ടാമത്തേത് 2 × V/2L ആണ് അല്ലേ. മൂന്നാമത്തേത് സോറി ഇവിടെ 2L ഉണ്ടാവില്ലടാ, ഇല്ല 2 × V/2L, 2 ക്യാൻസൽ ചെയ്ത് പോകും. യെസ്, ദിസ് ഇസ് 2 × V/2L ആണ് അല്ലേ. 2 ക്യാൻസൽ ചെയ്യുന്നതാണിത്. ആൻഡ് ഇതെന്താണ്, 3 × V/2L ആണ്. അപ്പം നാലാമത്തെ എന്തായിരിക്കും, 4 × V/2L. അപ്പോൾ ഏതൊരു മോഡിനും കാണാൻ ഫ്രീക്വൻസി ഓഫ് nth മോഡിനെ നമുക്ക് എങ്ങനെ കാണാം, n × V/2L ചെയ്താൽ പോരെ. അപ്പോൾ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിന്റെ കേസിലെ ജനറൽ ഇക്വേഷൻ ആണ് n × V/2L. ഇത് പഠിച്ചു വെക്കുക. എന്നിട്ട് ഫ്രീക്വൻസി പ്രൂവ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, n ന് 1 കൊടുക്കുക. n ന് 1 കൊടുക്കുമ്പോൾ ന്യൂ1 എന്ത് കിട്ടും, 1 × V/2L കിട്ടും. അപ്പോൾ V/2L. n ന് 2 കൊടുക്കുക, എന്ത് കിട്ടും, ന്യൂ2 is equal to 2 × V/2L എന്ന് വരും. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ല അങ്ങനെ കടന്നോട്ടെ, 2 × V/2L എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്താൽ 2ν1 എന്ന് എഴുതാം അല്ലേ, കാരണം ന്യൂ1 V/2L ആണ്. ദിസ് ഇസ് 2 × V/2L, 2ν1 എന്ന് എഴുതാൻ പറ്റും. ഇനി n ന് 3 കൊടുക്കാം, 3 ചോദിച്ചാൽ അതും എഴുതാം കേട്ടോ. ന്യൂ3 is equal to 3 × V/2L ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 3ν1 എന്ന് എഴുതാം. ഇനി ഫ്രീക്വൻസിന്റെ റേഷ്യോ എടുക്കാം, ന്യൂ1:2, ന്യൂ2:3. എടാ ന്യൂ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ1 തന്നെയാണ്, ന്യൂ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ν1 ആണ്, ന്യൂ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ν1 ആണ്. ഓക്കെ, ന്യൂ1 ക്യാൻസൽ ചെയ്യുന്നു, 1:2:3 എന്ന് കിട്ടുന്നു. അപ്പോൾ ഫ്രീക്വൻസീസ് പ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി, വെറുതെ ഫിഗർ പോയിട്ട് ഡിറൈവ് ചെയ്തെടുക്കണ്ട.
ഓക്കെ, ഇനി അതല്ല ഡിറൈവ് ചെയ്യാനൊന്നും പറഞ്ഞെന്നുണ്ടെങ്കിൽ ഫിഗർ വെച്ചിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേ സാധനം എവിടെയും ചെയ്യാം, ഓപ്പൺ ഓർഗൻ പൈപ്പിലും അതേപോലെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലും ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ കേസിൽ ഇക്വേഷൻസ് സെയിം ആയിരിക്കും. സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ അതേ ഇക്വേഷൻസ് ആണ്, അതേ ജനറൽ ഇക്വേഷൻ ആണ്, ഫിഗർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആദ്യം ഡിറൈവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതണം. അല്ലാന്നുണ്ടെങ്കിൽ സോറി, ഇവിടെ ഒരു സാധനം ഉണ്ട് അല്ലേ, ഓക്കെ, ഈ ലൈൻ ഇവിടെ വേണ്ട കേട്ടോ. ഓക്കെ, റെസൊണൻസ് കോളം സാധനം ഇവിടെ ആവശ്യമില്ല, അതറിയാണ്ട് ഇവിടെ കയറിപ്പോയതാണ്. ദിസ് ഇസ് അബൌട്ട് ഓപ്പൺ ഓർഗൻ പൈപ്പാണ്. അപ്പോൾ ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ കേസിൽ നേരത്തെ ചോദിച്ച പോലെ തന്നെ സ്കെച്ച് ചെയ്യാൻ ചോദിക്കും, അതേപോലെ ഫ്രീക്വൻസി പ്രൂവ് ചെയ്യാൻ ചോദിക്കും. രണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യത്തെ മോഡ് ഫിഗർ പഠിക്കുക. ഇതാണ് ആദ്യത്തെ മോഡ് കേട്ടോ. ആദ്യത്തെ മോഡിൻ്റെ ഫിഗർ പഠിക്കുക. അതേപോലെ ഓപ്പൺ എൻഡുകൾ നോക്കിക്കേ, ഓപ്പൺ എൻഡിൻ്റെ കേസിൽ എപ്പോഴും ആൻറ്റി നോഡുകളാണ് ഉണ്ടാവുക. അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നടുവിൽ നോഡ് വരും, അതേപോലെ താഴെയും ആൻറ്റി നോഡ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, ലെങ്ത് കൺസിഡർ ചെയ്യുന്നു, L. എടാ, ഒരു നോഡും ഒരു ആൻറ്റി നോഡും നമ്മളെ ലെങ്ത് എത്രയായിരുന്നു, λ/4 ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊരു λ/4, ഇത് 2 λ/4 അല്ലേ. അപ്പം നമുക്ക് L is equal to എങ്ങനെ എഴുതാം, 2 λ/4 എന്ന് എഴുതാം. 2ഉം 4ഉം ക്യാൻസൽ ചെയ്യുന്നു, താഴെ 2 വരും. സോ L is equal to λ/2 എന്ന് എഴുതാം. അപ്പം λ is equal to 2ന് അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2L എന്ന് കിട്ടും. സിമ്പിളാണ്. ഇനി എന്ത് ചെയ്യുക, μ1 is equal to V/, ലാംഡയാണ്, ലാംഡക്ക് പകരം നമ്മൾ 2L കൊടുക്കുന്നു. അപ്പോൾ V/2L ഒന്നാമത്തെ മോഡ്, ദിസ് ഇസ് ഈക്വൽ ടു ന്യൂ 1, ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഇനി രണ്ടാമത്തെ മോഡ് കാണുന്ന സമയത്ത് എഗെയിൻ നമ്മൾ എന്തെടുക്കുന്നു, ലെങ്ത് എടുക്കുന്നു. നോക്കിക്കേ, ഇത് 1 λ/4, ഇത് 2 λ/4, 3 λ/4, 4 λ/4. അപ്പോൾ L is equal to 4 λ/4 ആണ്. 4 ക്യാൻസൽ ചെയ്യുന്നു. എഗെയിൻ L is equal to λ എന്ന് കിട്ടുന്നു. μ2 is equal to V/λ ആണ്. ലാംഡക്ക് പകരം നമ്മൾ L കൊടുക്കുന്നു. എടാ, V/2L ആയിരുന്നു, 2 × V/2L ആണെന്ത്, V/L എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് 2μ1 എന്ന് എഴുതാം. സെയിം സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ അതേ മോഡാണ് കേട്ടോ. അടുത്ത നോക്കിക്കേ, ഇത് മൂന്നാമത്തെ മോഡാണ്. മൂന്നാമത്തെ മോഡിൽ നമ്മൾ എന്തെടുക്കുന്നു, ലെങ്ത് എടുക്കുന്നു. ഓക്കെ, സോ നോക്കിക്കേ, 1 λ/4, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ L is equal to 6 λ/4 ആണ്. അപ്പോൾ ഇതിനെ 6ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ മുകളിൽ 3 വരും, താഴെ 2 വരും അല്ലേ. 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ സോ ദിസ് ഇസ് ഈക്വൽ ടു 3 λ/2 എന്ന് കിട്ടും. റെഡി. സോ L is equal to എങ്ങനെ എഴുതാം, 2 മുകളിലേക്ക് 3 താഴോട്ട് അല്ലേ. അപ്പോൾ 2 സോറി L അല്ല, ലാംഡ അല്ല എഴുതണ്ടേ. ലാംഡ is equal to എങ്ങനെ എഴുതാൻ പറ്റും, ലാംഡ is equal to 2 മുകളിലോട്ട് 3 താഴോട്ട് 12/3 എന്ന് എഴുതാം. സോ μ3 is equal to V/λ ആണ്. ലാംഡക്ക് പകരം നമ്മൾ 12/3 എഴുതുന്നു. /3 മുകളിലെത്തും, 3 V/2L വിച്ച് ഇസ് ഈക്വൽ ടു 3μ1. സെയിം ആണ്, സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ അതേ സാധനം. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ, ഡിറൈവ് ചെയ്യാൻ. ഇനി നമ്മളോട് ഫ്രീക്വൻസി പ്രൂവ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇവിടെയും ജനറൽ ഇക്വേഷൻ എന്ത് തന്നെ ആയിരിക്കും, 1 V/2L, 2 V/2L, 3 V/2L. അപ്പം μn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × V/2L ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഫ്രീക്വൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, എന്നിട്ട് μ1 is to μ2 is to μ3 എടുക്കുക. നിങ്ങൾക്ക് ഫ്രീക്വൻസി റേഷ്യോ എന്തെന്ന് കിട്ടും, 1 is to 2 is to 3 എന്ന് തന്നെ കിട്ടും. സെയിം നമ്മൾ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ചെയ്ത സെയിം മെത്തേഡ്. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് പോർഷൻ നമ്മുടെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെയും കൂടിയാണ്. ഇതും ഇതേപോലെ തന്നെ ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യാൻ ചോദിച്ചേക്കാം. ഇനി അതല്ല, ആദ്യം നിങ്ങളോട് അതിനെ സ്കെച്ച് ചെയ്യാൻ പറയും. ചിലപ്പോൾ ഇത് സ്കെച്ചിങ് മാത്രമല്ല പറയാം, എന്നാൽ നിങ്ങളോട് ഒന്നും പറയും, നോഡും ആൻറ്റി നോഡും മാർക്ക് ചെയ്യാനും പറയും. അപ്പോഴൊക്കെ നിങ്ങൾ സെയിം സാധനം തന്നെയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ റേഷ്യോസ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ കേസിൽ റേഷ്യോ 1:3:5 എന്നുള്ള രീതിയിലാണ് പോവുക. അതെങ്ങനെയാണെന്നുള്ളത് ഡിറൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഡിറൈവ് ചെയ്യാനാണെങ്കിലും അതേപോലെ ജനറൽ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം. അപ്പോൾ അതേപോലെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ കേസിൽ ഇതാണ് ഒന്നാമത്തെ മോഡ്. ശ്രദ്ധിച്ചേ, ഇതാണ് ഒന്നാമത്തെ മോഡ്. നമ്മൾ എന്തെടുക്കുന്നു, ലെങ്ത് എടുക്കുന്നു, L അല്ലേ. മോഡ് 1ൽ എല്ലാം നമ്മൾ സെയിം മെത്തേഡിലാണ് ചെയ്യുക. L എന്ന് എടുക്കുന്നു. സോ ഇവിടെ നോഡ് ഉണ്ട്, ഇവിടെ ആൻറ്റി നോഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഫിക്സ്ഡ് എൻഡ് ആയിരിക്കും, നോഡ് വരും. ഇത് ഓപ്പൺ എൻഡ് ആണ്, അവിടെ ആൻറ്റി നോഡ് വരും. ഇതാണ് ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത്. സോ L എടുക്കുക. L എടുക്കുന്ന സമയത്ത് നോക്കിക്കേ, ഇത് നോഡും ആൻറ്റി നോഡും ആണ്. ഇവർ നമ്മളെ ലെങ്ത് എത്രയാണ്, λ/4 ആണ്. സോ L is equal to എങ്ങനെ എഴുതാം, λ/4 എന്ന് എഴുതാം. അപ്പം λ is equal to എന്ത് എഴുതാൻ പറ്റും, 4L എന്ന് എഴുതാം അല്ലേ. അപ്പം μ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/λ ആണ്. ലാംഡക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, 4L എന്ന് കൊടുക്കുന്നു, വിച്ച് ഇസ് μ1. ഇതാണ് എന്ത്, നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. റെഡി, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി സെറ്റ് അല്ലേ സാധനം. V/4L എന്ന് കിട്ടി. ഇനി അടുത്ത മോഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മോഡിന്റെ ഫിഗർ ഇതാണ്. രണ്ടാമത്തെ മോഡിന്റെ കേസിൽ നമ്മൾ എന്തെങ്കിലും എടുക്കുന്നു,
എൽ എടുക്കുന്നു അല്ലേ, ലെങ്ത് എൽ എടുക്കുന്നു. ഇനി നിങ്ങൾ എന്ത് കണക്കൂട്ടണം? λ/4 എത്ര ഉണ്ടെന്ന് നോക്കണം. ഒരു λ/4 2 3 അല്ലേ. അപ്പൊ L is equal to എങ്ങനെ എഴുതാൻ പറ്റും? 3 λ/4 എന്ന് എഴുതാം. ഇവിടുന്ന് ലാംഡേനെ എങ്ങനെ എഴുതാൻ പറ്റും? 4 മേലോട്ട് 3 താഴോട്ട്. അപ്പൊ 4L/3 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂ കാണുന്നു. അപ്പൊ ന്യൂ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/λ ആണ്. ലാംഡക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നടാ? 4L/3 കൊടുക്കുന്നു. അപ്പൊ ഡിവൈഡഡ് ബൈ 4L/3 മുകളിലെത്തും. അപ്പൊ 3V/4L എന്ന് വന്നു. എടാ നോക്കിക്കേ, V/4L ആണ് ഒന്നാമത്തത്, രണ്ടാമത്തത് വരുന്നത് 3V/4L ആണ്. സോ ഇതിനെ നമുക്ക് 3 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കൂല, ഇതിനെന്താ വിളിക്കുക? തേർഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കുക കേട്ടോ. ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെയും സ്ട്രെച്ചഡ് സ്ട്രിങ്ങിന്റെയും കേസിൽ എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ കേസിൽ ഈവൻ ഹാർമോണിക്സ് മിസ്സിംഗ് ആയിരിക്കും. ഇവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രസന്റ് ആയിരിക്കുള്ളൂ. റെഡി? ഇനി മൂന്നാമത്തെ മോഡിന്റെ കേസിൽ സെയിം മെത്തേഡാണ്. നമ്മൾ എന്തെടുക്കുന്നു? എൽ എന്ന് എടുക്കുന്നു. ഇനി λ/4 എണ്ണിക്കാം. 1 2 3 4 5. സോ L is equal to 5 λ/4 ആണ്. അപ്പൊ λ is equal to 4 മേലോട്ട് 5 താഴോട്ട് 4L/5 എന്ന് വരും. സോ ന്യൂ3 is equal to V/λ ആണ്. ലാംഡക്ക് പകരം നമ്മൾ 4L/5 എടുത്തും മുകളിലേക്ക് എത്തുന്നു. അപ്പോൾ 5V/4L. V/4L ആണ് ന്യൂ1. സോ ഇതിനെ എങ്ങനെ വിളിക്കാം? 5 ന്യൂ1 എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഫിഫ്ത്ത് ഹാർമോണിക്സ് എന്നാണ് വിളിക്കാം. റെഡി അല്ലേ? ഇതാണ് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും? ഫ്രീക്വൻസിയുടെ റേഷ്യോ ആയിരിക്കും. ഫ്രീക്വൻസിയുടെ റേഷ്യോ ചോദിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഇവിടെ ഓഡ് മാത്രമേ ഉള്ളൂ അല്ലേ, ഇവിടെ ഈവൻ നമ്പർ ഇല്ല. അതുകൊണ്ട് n/V/2L എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ n/V/4L എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇവിടുത്തെ ജനറൽ ഇക്വേഷൻ കാണണം. അത് ഓഡ് നമ്പേഴ്സിൻ്റെതായിരിക്കണം അല്ലേ, ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ ന്യൂ1 is equal to 2n - 1 × V/4L ആണ് ഇക്വേഷൻ വരിക. 2n - 1 × V/4L ആണ് നമ്മുടെ ഇക്വേഷൻ വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 2 × 1 2 വരും. 2 - 1 1 ആണ് V/4L. ഒന്നാമത്തേന് എന്ത് കിട്ടും? നമ്മൾ എന്ത് കൊടുക്കുന്നു? n-ന് 1 കൊടുക്കുന്നു. അപ്പം ന്യൂ1 is equal to 2 × 1 1 2 2 - 1 1 V/4L എന്ന് കിട്ടി. റെഡി? ഇനി n-ന് നമ്മൾ 2 കൊടുക്കുന്നു. 2 കൊടുക്കുന്ന സമയത്ത് ന്യൂ2 എങ്ങനെ കാണാം? 2 × 2 4 ആണ്. 4 - 1 3 ആണ്. സോ 3V/4L എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 3 ന്യൂ1 എന്ന് എഴുതാം. ഇനി n-ന് നമ്മൾ എന്ത് കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. അപ്പോൾ 2 × 3 6 ആണ്. 6 - 1 എന്താ? 5 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? ന്യൂ3 is equal to 5V/4L എന്ന് കിട്ടുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 5 ന്യൂ1 ആണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നോർമലി റേഷ്യോ എടുക്കണം. ന്യൂ1 is to ന്യൂ2 is to ന്യൂ3 എടുക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ1 is to 3 ന്യൂ1 is to 5 ന്യൂ1 ആണ്. ന്യൂ1 ക്യാൻസൽ ചെയ്യുന്നു. റേഷ്യോ എന്ത് കിട്ടും? 1:3:5 എന്ന് കിട്ടും. ഇതെല്ലാ സമയം നിങ്ങൾ 3 മോഡ് ചെയ്യേണ്ട കേട്ടോ. 1:3 ചോദിച്ചു കഴിഞ്ഞാൽ 2 മാത്രം ചെയ്താൽ മതി, 3 ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതൽ മാർക്കൊന്നും കിട്ടില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വേവ്സ് ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വാങ്ങാൻ പറ്റും. കാരണം ഇത്രയും കാലമായിട്ട് ഇതേ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ലൈവിലും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ വരിക. സോ എക്സാം അടിപൊളിയാക്കി എഴുതുക. സീ യു സൂൺ.